സംസ്ഥാനത്ത് അനുദിനം വർദ്ധിച്ചുവരുന്ന വെളിച്ചെണ്ണ വില സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിൽ വില കുറയ്ക്കാൻ സുപ്രധാന തീരുമാനം. ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവിന്റെ സാന്നിധ്യത്തിൽ വ്യവസായികളുമായി നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനം. അമിതലാഭം ഒഴിവാക്കി ന്യായവിലയിൽ വെളിച്ചെണ്ണ വിപണിയിലേക്ക് എത്തിക്കാമെന്ന് വ്യവസായികൾ സർക്കാരിന് ഉറപ്പു നൽകി. വെളിച്ചെണ്ണയുടെ വില വർധനവ് അടുത്തിടെ സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ മേഖലയിലെ വ്യവസായ സ്ഥാപനങ്ങളുടെ അടിയന്തര യോഗം സർക്കാർ വിളിച്ചു ചേർത്തത്. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നടന്ന യോഗത്തിൽ 60ഓളം വെളിച്ചെണ്ണ വ്യവസായികൾ പങ്കെടുത്തു. വ്യവസായികൾക്കും കർഷകർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ സഹായകമാകുന്ന രീതിയിൽ വിലക്കയറ്റം തടയാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി GR അനിൽ വ്യക്തമാക്കി. വെളിച്ചെണ്ണ ഉൽപ്പാദകരെയും വിതരണക്കാരെയും ചർച്ചയിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കുകയും ഒപ്പം ഉപഭോക്താക്കളുടെ പ്രയാസങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തത് സമവായത്തിന് കളമൊരുക്കി. സപ്ലൈകോയ്ക്ക് കുറഞ്ഞ നിരക്കിൽ വെളിച്ചെണ്ണ നൽകുന്ന വ്യവസായികൾക്ക് 15 ദിവസത്തിനകം തുക നൽകുമെന്ന് മന്ത്രിമാർ ഉറപ്പു നൽകി. ഇത് വ്യവസായികൾക്ക് സാമ്പത്തികപരമായ സ്ഥിരത നൽകുകയും സപ്ലൈകോ വഴി പൊതുവിപണിയിൽ വെളിച്ചെണ്ണയുടെ ലഭ്യത ഉറപ്പാക്കുകയും ചെയ്യും. സർക്കാരിന്റെ ഈ കൃത്യമായ ഇടപെടൽ വിപണിയിൽ ഒരു നല്ല മാറ്റം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ. വെളിച്ചെണ്ണ വില നിയന്ത്രിക്കുന്നതിനൊപ്പം അതിന്റെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തും. മായം ചേർത്ത എണ്ണ വിപണിയിലെത്തുന്നതിൽ പരിശോധനകൾ ശക്തമാക്കുമെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നും വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് പറഞ്ഞു. ഭക്ഷ്യസുരക്ഷാ വകുപ്പും പോലീസ് ഉൾപ്പെടെയുള്ള മറ്റ് ഏജൻസികളും സംയുക്തമായി പരിശോധനകൾ നടത്തും. മായം ചേർത്ത വെളിച്ചെണ്ണ വിൽക്കുന്നവർക്കെതിരെ നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇത് ഉപഭോക്താക്കൾക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ ലഭ്യമാക്കാൻ സഹായിക്കും. വെളിച്ചെണ്ണയുടെ വിലക്കയറ്റം തടയാനുള്ള ദീർഘകാല പരിഹാരമായി സംസ്ഥാനത്തെ ആഭ്യന്തര ഉൽപ്പാദനം ശക്തിപ്പെടുത്താനാണ് വ്യവസായ വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി 13 കമ്പനികൾക്ക് നന്മ എന്ന കേരള ബ്രാൻഡ് നൽകിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് ഒരു ഏകീകൃത ബ്രാൻഡിംഗ് നൽകുന്നതിലൂടെ പ്രാദേശിക ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കാനും വിപണിയിൽ വിശ്വാസ്യത ഉറപ്പാക്കാനും കഴിയും. കേരളത്തിൽ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും വ്യവസായ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി P രാജീവ് അറിയിച്ചു. ഇത് കർഷകർക്ക് മികച്ച വില ഉറപ്പാക്കുന്നതിനും വെളിച്ചെണ്ണ വ്യവസായത്തിന് സ്ഥിരത നൽകുന്നതിനും സംസ്ഥാനത്തിന് വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടുന്നതിനും സഹായകമാകും. ഇറക്കുമതിയെ അമിതമായി ആശ്രയിക്കുന്നത് ഒഴിവാക്കി പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും ഈ നീക്കം സഹായിക്കും. കേരളത്തിലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വെളിച്ചെണ്ണ. അതിന്റെ വിലയിൽ ഉണ്ടാക്കുന്ന ഏതൊരു വർധനവും കുടുംബ ബഡ്ജറ്റിനെ സാരമായി ബാധിക്കും. ഈ സാഹചര്യത്തിൽ വെളിച്ചെണ്ണ വില നിയന്ത്രിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം ഏറെ പ്രശംസനീയമാണ്. വ്യവസായികളുമായി തുറന്ന ചർച്ച നടത്തി അവരെയും കർഷകരെയും ഉപഭോക്താക്കളെയും ഒരുപോലെ പരിഗണിച്ച് ഒരു സമവായത്തിലെത്തിയത് സർക്കാരിന്റെ കാര്യക്ഷമതയാണ് സൂചിപ്പിക്കുന്നത്. ഈ തീരുമാനം വെളിച്ചെണ്ണ വിപണിയിൽ ഒരു പുതിയ ദിശാബോധം നൽകുമെന്നും ഭാവിയിൽ അമിതമായ വിലക്കയറ്റം ഉണ്ടാകാതെ തടയാൻ സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. മായം ചേർക്കൽ തടയുന്നതും ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിക്കുന്നതും ദീർഘകാലാടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന് വലിയ പ്രയോജനം ചെയ്യും. വെളിച്ചെണ്ണ വില നിയന്ത്രിക്കാനുള്ള ഈ നീക്കം ഹ്രസ്വകാല ആശ്വാസത്തിനപ്പുറം ദീർഘകാലാടിസ്ഥാനത്തിൽ സംസ്ഥാന സമ്പദ് വ്യവസ്ഥയ്ക്കും കർഷകർക്കും ഉണർവേകും. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള വ്യവസായ വകുപ്പിന്റെ നടപടികൾ കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകും. ഇത് കർഷകർക്ക് മെച്ചപ്പെട്ട വരുമാനം ഉറപ്പാക്കുന്നതിനും ഇടനിലക്കാരുടെ ചൂഷണം കുറയ്ക്കുന്നതിനും സഹായിക്കും. നന്മ ബ്രാൻഡ് പോലുള്ള സംരംഭങ്ങൾ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ സ്ഥിരതയും വിശ്വാസ്യതയും നൽകും. എന്നിരുന്നാലും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, രോഗബാധ, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത തുടങ്ങിയ വെല്ലുവിളികൾ ആഭ്യന്തര ഉൽപ്പാദനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടാൻ ദീർഘവീക്ഷണത്തോടെയുള്ള നയങ്ങളും പദ്ധതികളും ആവശ്യമാണ്. വെളിച്ചെണ്ണയിൽ മായം ചേർക്കുന്നത് ഒരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ്. ഇത് ഉപഭോക്താക്കളുടെ ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുകയും വിപണിയിൽ വെളിച്ചെണ്ണയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുകയും ചെയ്യും. മായം തടയാൻ കർശന പരിശോധനകളും നടപടികളും സ്വീകരിക്കുമെന്ന മന്ത്രിമാരുടെ ഉറപ്പ് ഉപഭോക്തൃ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പും മറ്റ് ഏജൻസികളും ചേർന്ന് നടത്തുന്ന ഈ സംയുക്ത പരിശോധനകൾ വ്യാജ വെളിച്ചെണ്ണ നിർമ്മാതാക്കൾക്കും വിതരണക്കാർക്കും ഒരു താക്കീതാകും. ഇത് വിപണിയിൽ ഗുണമേന്മയുള്ള വെളിച്ചെണ്ണയുടെ ലഭ്യത ഉറപ്പാക്കുകയും അതുവഴി പൊതുജനാരോഗ്യത്തിന് സംരക്ഷണം നൽകുകയും ചെയ്യും. ഈ വിഷയത്തിൽ പൊതുജനങ്ങളുടെ ജാഗ്രതയും അധികാരികളുമായുള്ള സഹകരണവും നിർണായകമാണ്.